സാധാരണ മിക്ക വീട്ടിലും ഉള്ള ഒരു കാര്യം കുടുംബ കലഹം. ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ കലഹം, അല്ലെങ്കിൽ സഹോദരിമാര് തമ്മിൽ കലഹം, അല്ലെങ്കിൽ സഹോദരിയും സഹോദരന്മാരും തമ്മിൽ കലഹം, അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ട് കലഹം, ഇതുമല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ കലഹം. അങ്ങനെ കലഹങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് മിക്കവരുടെ വീടുകളിൽ. നേരെ നോക്കിയ അടിയാണ്. ചില സ്ഥലത്ത് ഒരാൾ പറയണത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല, വേറൊരാൾ പറയണത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ കുടുംബ കലഹങ്ങൾ ഉണ്ടാകാൻ പലവിധ കാരണങ്ങളും ഉണ്ടാവും. ഇതിനെ എല്ലാത്തിനും പ്രതിവിധി എന്താണ്? ഞങ്ങളെ സംബന്ധിച്ച്, ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാവുന്ന പ്രതിവിധി ദൈവത്തിങ്കലുള്ള ചില വഴിപാടുകൾ നടത്താം. ദൈവത്തിങ്കൽ ചില വഴിപാടുകൾ നടത്തിയാൽ നിങ്ങളുടെ കുടുംബത്തിലെ ആ കലഹങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ മനസ്സർപ്പിച്ച് ആ വഴിപാട് ഭഗവാനോ അല്ലെങ്കിൽ ഭഗവതിക്കോ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിലെ ദോഷങ്ങൾ മാറിക്കിട്ടും. 100% ഉറപ്പാണ്. പക്ഷേ ചെയ്യണത് ഒരു വഴിപാടായി ചെയ്യരുത്. നല്ല ഭക്തിയോടെ മനസ്സർപ്പിച്ച് വേണം പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു തരുന്ന വഴിപാടുകളും നടത്താൻ. എന്താണ് വഴിപാട്? ഗണപതിക്ക് ഐകമത്യ മന്ത്രാർച്ചനയോടെ ഗണപതി ഹോമം നടത്തണം. നിങ്ങൾക്ക് നിങ്ങളുടെ കലഹത്തിന് ഒരു പരിധി വരെ, കുടുംബകലത്തിന് ഒരു പരിധി വരെ പ്രതിവിധി ഉണ്ടാവും. അതുമാത്രമല്ല, രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞാൽ ഭഗവതി സേവ വൈകിട്ട് നടത്തണം. എങ്ങനെ, എന്ന് നടത്തണം? നിങ്ങൾ 3 വെളുത്ത വാവിന്, അതായത് പൗർണമി നാളിൽ ഈ ഗണപതി ഹോമവും ഭഗവതി സേവവും ഒന്നിച്ച് ചെയ്താൽ മതി. രണ്ടും രണ്ടായിട്ട് 2 ദിവസമായിട്ട് ചെയ്യണ്ട. ഒറ്റ ദിവസം തന്നെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും പൗർണമി നാളിൽ ചെയ്യണം. 3 പൗർണമി നാളിൽ അടുപ്പിച്ച് ഗണപതിക്ക് ഐക്യമന്ത്ര അർച്ചനയോടുള്ള ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും പൗർണമി നാളിൽ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ കലഹത്തിനുള്ള ആ കാര്യങ്ങൾക്കൊക്കെ ശമനം വരും. കുടുംബത്തിലെ ഐക്യത വരും. നേരെ നോക്കിയാൽ തമ്മിൽ അടിക്കുന്ന ആ സ്വഭാവത്തിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അത് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചെയ്താൽ വളരെ നല്ലത്, അല്ലെങ്കിൽ ഒറ്റക്കായിട്ട് കുടുംബാംഗങ്ങൾ പോയി ചെയ്താലും വളരെ നല്ലതാണ്. അതുകൂടാതെ നിങ്ങളുടെ ദേശദേവത അവർ തൊട്ടടുത്തുണ്ടെങ്കിൽ ദേശദേവതക്ക് വേണം അത് ചെയ്യാൻ. ഈ ദേശദേവതക്കും ഗണപതിക്കും ഈ വഴിപാട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട വേറൊരു കാര്യമുള്ളൂ. അത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ആദ്യം ചെയ്യണം. നിങ്ങളുടെ കുടുംബ പരദേവതയ്ക്ക് ചെന്ന് വഴിപാടുകൾ സമർപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ ഞാൻ പറഞ്ഞ ഗണപതി ഹോമവും ഭഗവതി സേവവും ചെയ്യാൻ പാടുള്ളൂ. ആദ്യം സ്വന്തം കുടുംബക്ഷേത്രത്തിൽ ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ വഴിപാടുകൾ ഞാൻ പറഞ്ഞ പോലെയുള്ള ഈ വഴിപാടുകൾ ചെയ്യാം. അതോടൊപ്പം 7 ആയില്യം നാളില് നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കണം. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറ്റിത്തരണേ നാഗത്താന്മാരെ എന്ന് മനസ്സു നൊന്ത് പ്രാർത്ഥിക്കണം. വെറുതെ 100 പാലും വഴിപാട് നടത്തിയിട്ട് കാര്യമില്ല. അവിടെ നാഗക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് നാഗത്താന്മാരോട്, നാഗദൈവങ്ങളോട് ഞങ്ങളുടെ ദുരിതങ്ങൾ മാറ്റിത്തരാൻ മനസ്സുരുകി നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചാൽ അതിന് ഫലം ഉണ്ടാകും. നിങ്ങളുടെ ദുരിതങ്ങൾക്ക് മോചനമുണ്ടാകും. മറ്റൊന്ന്, 12 ദിവസം കുളിച്ചു തൊഴുത് നിങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്തണം. 12 ദിവസം കുളിച്ചു തൊഴുത് ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്തിയാൽ നിങ്ങളുടെ ദുരിതങ്ങൾക്കൊക്കെ, കുടുംബ ദുരിതങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവും. അതിന് ദേവതകൾ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴിപാട് ഒരു വഴിപാടായി മാത്രം ചെയ്യരുത്. അത് മനസ്സർപ്പിച്ച് ചെയ്യണം. മനസ്സർപ്പിച്ച് ചെയ്താൽ അതിന് ഫലമുണ്ടാവും. തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടും.